സംഭവങ്ങളെ സ്വീകരിക്കുമ്പോൾ വളരെ വസ്തുതാപരമായി സ്വീകരിക്കണം. അതവ്യാവൃത്തി കൊണ്ട് ഭയത്തോടുകൂടി, ഭയം വരുന്നത് ഒരു കർമ്മത്തിലെ പരാജയം ഏറ്റെടുക്കുന്നതോടുകൂടി ഇനി അത് ചെയ്യാൻ കർമ്മേന്ദ്രിയങ്ങളോ ഇനി അത് പറയാൻ ജ്ഞാനേന്ദ്രിയങ്ങളോ തയ്യാറാകുമ്പോൾ പൂർവാനുഭവം വന്ന് തടയണം. അതിന് പരിശീലിക്കണം. ന്യായീകരിക്കുന്നവർക്ക് ഈ ബോധം വന്ന് തടയില്ല. കാരണം അവർ മസ്തിഷ്കത്തിൽ കൊടുത്തത് തനിക്ക് തെറ്റ് പറ്റിയില്ലെന്നാണ്. തനിക്ക് തെറ്റ് പറ്റിയില്ല, ശരിയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതോടെ അടുത്ത തെറ്റിനുള്ള വിത്ത് അവരിട്ട് കഴിഞ്ഞു. തെറ്റിൽ പശ്ചാത്തപിക്കുന്നവന് മാത്രമേ തെറ്റുകളിൽ നിന്ന് മോചനമുള്ളൂ. എത്ര വലിയവനായാലും. ക്ലിയറായി? ബോധ്യപ്പെടും. ആളുകൾ നിൽപ്പുണ്ടെങ്കിലേ ബോധ്യപ്പെടാഴിയുള്ളൂ. ആരുമില്ലെങ്കിൽ തന്നെത്താൻ ചെയ്തതാണ് ഒരെണ്ണമെങ്കിൽ അതിൻ്റെ പരാജയത്തിൽ അപ്പോൾ ബോധ്യപ്പെടും. കൂടെ ആളുകളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അത് ഞാനൊന്ന് പരീക്ഷിച്ചതാണ്, അതെനിക്ക് പറ്റിയ തെറ്റൊന്നുമല്ല, നിങ്ങൾക്കാണെങ്കിലും പറ്റുന്നതാണ്. പിന്നെ ഇങ്ങനെ എത്ര തെറ്റ് പറ്റിയിട്ടാണ് മനുഷ്യർ പഠിച്ചിട്ടുള്ളത്. ഇത് വലിയ തെറ്റൊന്നുമല്ല. ഇതവൻ അടുത്ത തെറ്റിനുള്ള വിത്തിടുക. അത് അടുക്ക നിന്നവനെ ഏൽപ്പിക്കുകയാണ്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് പലർക്കും ഒറ്റയ്ക്ക് കർമ്മം ചെയ്യാനാവില്ല, ഒറ്റയ്ക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല. മറ്റുള്ളവരുടെ ഉത്തരവാദിത്വത്തോടൊപ്പം കൂടി ചെയ്യാം വേണമെങ്കിൽ. കൂടെ ആളില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഒരുപിടി ആളുകൾ ഇന്ന് ആധുനിക സമൂഹത്തിൽ ഇത്തരക്കാരാണ്. തനിച്ച് ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനെ പോലും നിങ്ങളുടെ വിദ്യാഭ്യാസം ഇന്ന് വളർത്തുന്നില്ല. ആരെങ്കിലും ചെയ്യുന്നിടത്ത് കയറി ചെയ്യാൻ കൊള്ളാവുന്നവനെ മാത്രമാണ് വളർത്തുന്നത്. കുളമായാൽ തലയെ വെച്ചു കൊടുക്കാൻ ആൾ വേണം. ചുരുങ്ങിയ പക്ഷം നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ചെയ്തത് എന്നെങ്കിലും ചോദിക്കാൻ ഒരാളെ കിട്ടണം. മനസ്സിലായില്ല? ഒരു കാര്യം കണ്ടാൽ തന്നെത്താൻ അത് ചെയ്യുക. തെറ്റ് പറ്റിയാൽ അത് സ്വീകരിക്കുക. അടുത്തതിൽ വരാതിരിക്കാൻ നോക്കും. എൻ്റെ അറിവില്ലായ്മയാണ്. ഇപ്പോൾ ഞാനത് കുറച്ച് മനസ്സിലാക്കി. അതാ വിദ്യാഭ്യാസം. അത് നിങ്ങൾക്കില്ല, ഇനി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. അച്ഛനമ്മമാർ ആ വിദ്യാഭ്യാസം അല്ല കൊടുക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ സംഹിതകൾ അതിനനുകൂലമല്ല. കൂട്ടയോട്ടത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. മനസ്സിലായില്ല? കൂട്ടയോട്ടത്തിലാവുമ്പോൾ ആരും ഉത്തരവാദിയില്ലല്ലോ. അതാണ് ഇന്ന് സാമൂഹിക നില. കൂട്ടയോട്ടത്തിൽ പെടുമ്പം വളരെ സൂക്ഷിക്കണം. ബലം കുറഞ്ഞവൻ്റെ തലയിലായിരിക്കും എല്ലാ ആരോപണവും. പിടിയിട്ടില്ല. അല്പം ബലം കുറയുകയോ അല്പം സ്നേഹമുണ്ടാവുകയോ ചെയ്തു പോയി എങ്കിൽ എല്ലാം തലയിൽ വരും.
നമുക്കറിയാം നമ്മളല്ല ചെയ്തത്, മാന്യനായ സുഹൃത്താണ് ചെയ്തത്. പക്ഷേ അയാൾ പരുഷമായ സംഭാഷണമായിട്ട് നേരത്തെ നിൽക്കുകയാണ്. അതേപോലെ പരുഷമായി പറയാൻ ബന്ധം നമ്മളെ സമ്മതിക്കില്ല. കേൾക്കുന്ന ആളുകൾ അയാളുടെ പരുഷ ഭാഷണം കേൾക്കുമ്പോൾ നമ്മളുടെ കയ്യിലാണ് തെറ്റ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? അതുകൊണ്ട് കൂട്ടയോട്ടത്തിന് ആളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതുവല്ലതും മനസ്സിലാവുമോ എന്നറിയില്ല. കൂട്ടയോട്ടമായി എന്നുള്ളത് എത്ര കണ്ട് തെറ്റുകൾ അന്യനെ ഏൽപ്പിക്കുന്നു അത്ര കണ്ട് സമർത്ഥരാകുന്ന കാലമാണ്. ശരിയല്ല? ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് തികച്ചും അനുഭവമില്ലാത്ത കാര്യവും ശാസ്ത്ര ഉചിതമല്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. ഇതിലേത് മുഖമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക? ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരോടൊപ്പം ചെയ്ത് അവർ ചെയ്ത തെറ്റുകളും കൂടി ഏറ്റെടുക്കുന്ന ചില്ലറ അവസരങ്ങളും, മറ്റു പലർക്കും കൊടുത്തത് വല്ലപ്പോഴുമെങ്കിലും ഏറ്റുവാങ്ങുന്ന ചില്ലറ അവസരങ്ങളും, മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റ് ആരുടെയെങ്കിലും തലയിലേൽപ്പിക്കുന്ന സാമർഥ്യത്തിൻ്റെ അവസ്ഥകളും അപഗ്രഥിച്ചാൽ ആദ്യത്തതോ രണ്ടാമത്തതോ കൂടുതൽ അനുഭവം രണ്ടാമത്തതാണ്. ആരുടെയെങ്കിലും തലയിൽ അടുക്ക് നിൽക്കുന്ന അമ്മയുടെ, പിള്ളേരുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, ബന്ധുക്കളുടെ, മക്കളുടെ, പരിചയക്കാരുടെ. ഈ ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ ആധ്യാത്മിക ലോകങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല. അതിൻ്റെ കവാടം നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടച്ചതാണ്. ആധ്യാത്മിക ഔന്നത്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുന്നവരുമായി അധികം സമ്പർക്കത്തിലേക്ക് പോകരുത്. ജീവിതം വിലക്ഷണമായി തീരും. അവരുമായി ചേർന്ന് ഒരു കർമ്മവും ചെയ്യരുത്. എപ്പോഴും കർമ്മത്തിൽ അവരെ മാറ്റി നിർത്തിയേ ചെയ്യാവൂ. കൂട്ടായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും അതിലെ നഷ്ടലാഭങ്ങൾക്ക് തുല്യ പങ്കുണ്ടെന്നും വ്യക്തമായി അറിയുന്നവരോട് മാത്രമേ കൂട്ടുകൂടാവൂ. ജീവിത ദുഃഖങ്ങളെല്ലാം അതിൽ നിന്നാണ്. ആ ഭാഗവും ക്ലിയർ, വളരെ ക്ലിയർ. സംശയം ചോദിച്ചുകൊണ്ട് അതിന് അത്രയും കൂടെ കടന്നു. ഇതല്ല എന്ന് വ്യാവർത്തിച്ച ചകിതം ഭയത്തോടുകൂടി ഇതാണ് എന്നുള്ള അധ്യാസം ഇതല്ല എന്ന് ഭയത്തോടുകൂടി അഭിതത്തെ പറയുന്നുവോ സഹ അത് കസ്യ ആർക്ക് സ്തോതവ്യ സ്തുതിക്കപ്പെട്ടതാകും. ആർക്ക് സ്തുതിക്കപ്പെട്ടതാകും? വേദം പോലും ഇങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മഹത്വം ആർക്ക് സ്തുതിക്കപ്പെട്ടതാകും? കഥിവിധ ഗുണ എത്ര വിധത്തിലുള്ള ഗുണങ്ങളോടുകൂടിയതാകും? കസ്യ വിഷയ ആർക്ക് വിഷയമാകും? തു എന്നാൽ അർവാചീനേ പദേ നവീനമായ രൂപത്തിൽ കസ്യ ആരുടെ മനഃ മനസ്സ് ന പതതി പതിക്കുകയില്ല. വചഹ വാക്ക് ന പതതി പതിക്കുകയില്ല. ഇത്രയുമാണ് അന്വയവും പരിഭാഷയും.
അങ്ങയുടെ മഹത്വം വാക്കിനും മനസ്സിനും അതീതമാണ്. വാക്കും മനസ്സും അവിടെ എത്തില്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കുകൊണ്ട് ഉച്ചരിക്കുന്നതിനോ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതിനോ അങ്ങയുടെ മഹത്വം സാധ്യമല്ല. വേദവും കൂടി, ശ്രുതി പോലും യാതൊന്നിനെ നേതി നേതി എന്നിങ്ങനെ വ്യാവർത്തിച്ച് ഭയാശങ്കകളോടെ വിവരിക്കുന്നുവോ ആ മഹിമാവിനെ ആർക്കാണിനി സ്തുതിക്കാൻ കഴിയുക? എനിക്ക് കഴിയുമോ? ഇല്ല തന്നെ. ഇങ്ങനെയാണ് പുഷ്പദന്തൻ്റെ സ്തുതി പോകുന്നത്. സ്തുതിക്കുകയല്ല, സ്തുതിക്കാൻ പറ്റുകില്ല എന്ന് ബോധ്യപ്പെടുത്തി സ്തുതിക്കുകയാണ്. എൻ്റെ ആ അപ്രോച്ചിൻ്റെ രീതി മനസ്സിലായോന്നറിയില്ല. എനിക്ക് എങ്ങനെയാണ് അവിടുത്തെ സ്തുതിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, എനിക്ക് പറ്റാത്തത്ര ഉയരത്തിലാണ് അങ്ങയെ സ്തുതിക്കേണ്ടത്. അങ്ങനൊരു ഭാവമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്, സ്തുതിക്കുകയല്ല. എൻ്റെ സ്തുതിക്ക് വിഷയമാകാൻ യോഗ്യനല്ല അവിടുന്ന്. ആധുനിക കാലത്തെ സിദ്ധന്മാരും മഹാപുരുഷന്മാരും ഒക്കെ അവരെ കാണാൻ ചെല്ലുന്നവരുടെ മുമ്പിൽ കുറേ സർട്ടിഫിക്കറ്റുകൾ കാണിക്കും. മനസ്സിലായില്ല? ഇത് ചീഫ് ജസ്റ്റിസ് വന്ന് കണ്ട് നമസ്കരിച്ച് എഴുതി തന്നതാണ്. ഇത് ഫോറിനിൽ നിന്ന് ഇന്നയാൾ വന്ന് കണ്ട് എഴുതി തന്നതാണ്. ഇത് ഇന്നയാൾ. ഇവരുടെയൊക്കെ ബുദ്ധിക്ക് വിഷയമാകാവുന്ന ഒരു സാധനമേ ഇതുള്ളൂ. മനസ്സിലായില്ല? അതിനതീതമല്ല. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവൻ്റെ അറിവിന് വിഷയമാകാൻ വിധത്തിൽ ആ ആളിനേക്കാൾ താഴെയാണ്. മനസ്സിലായില്ല? എങ്ങനെയാണ് അതിൻ്റെ രീതി? മഹത്വം കാണിക്കുന്നത്. ഇതങ്ങനെയല്ല. ഇന്ന് മഹത്വമൊക്കെ എങ്ങനെയാണ്? ചിലടത്ത് ചെല്ലുമ്പോൾ ചോദിക്കും, കണ്ടോ? കണ്ടു. എന്താണ് അഭിപ്രായം? കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഒതുങ്ങിയതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ പൂജിച്ചാൽ മതി, ആ ആളിനെ പൂജിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനുള്ള വിവരം പോലും ഇല്ലാതെയാണ് നമ്മളിതൊക്കെ ചുമക്കുന്നത്. അതുകൊണ്ട് വളരെ സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്, അങ്ങയുടെ മഹത്വം വാക്കിനും മനസ്സിനും അതീതമാണ്. വാക്കുകൊണ്ട് ഉച്ചരിക്കാനോ മനസ്സുകൊണ്ട് വിചാരിക്കാനോ സാധ്യമല്ല. ഇതാണ് ആ സ്തുതി. വേദങ്ങൾ പോലും നേതി നേതി എന്നിങ്ങനെ വ്യാവർത്തിച്ച് ഭയാശങ്കകളോടെ വിവരിക്കുന്നുവോ അങ്ങയുടെ മഹത്വത്തെ, ഈ പ്രപഞ്ചത്തെ? ആ മഹിമാവിനെ ആർക്കാണ് സ്തുതിക്കാൻ കഴിയുക? ആർക്കാണത് വിഷയമാവുക? എന്നാൽ പിന്നീട് ഭക്തന്മാർക്കു വേണ്ടി സ്വീകരിച്ചിട്ടുള്ള സഗുണരൂപം മനസ്സിനും വാക്കിനും വിഷയമായിത്തീരുന്നതാണ്. അതിനെയാണ് ഞാൻ സ്തുതിക്കുന്നത്, മറ്റതല്ല. ഇതാണ് വിനയാന്വിതമായ സ്തുതി. അതിൽ ഇനി വൃത്തികാരൻ പറയുന്ന ശബ്ദവൃത്തി, അതത് വ്യാവൃത്തി, ആദ്യത്തെ ശബ്ദം. അതത് വ്യാവൃത്തി ശബ്ദത്തിൽ തത്പദത്തിൻ്റെ ബുദ്ധിസ്ഥ ബ്രഹ്മം എന്നർത്ഥം. തത്പദത്തിൻ്റെ, തത്പദം തത് എന്ന് പറഞ്ഞാൽ തദാകാരവൃത്തി, തദാകാരബുദ്ധി. അത് എന്നത് ബ്രഹ്മവാചിയാണ്. ഇതം ആയിപ്പോയ ജീവൻ
തത് എന്നാണ് നിർദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ. തത് സദ് ഇതി നിർദ്ദിഷ്ടഃ. ഭഗവത്ഗീത അതിനെ നിർദ്ദേശിക്കുന്ന വാക്കുകളാണ് തദ് നിർദ്ദേശം, സത്ത് നിർദ്ദേശം, ഓം നിർദ്ദേശം മുതലായവ. അതെല്ലാം ബ്രഹ്മവാചികളാണ്. അതുകൊണ്ട് പഴയ കാലത്തെ ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധ്യാ ചെയ്യണമെന്നുള്ള നിർബന്ധം കൊണ്ട് എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് തത്പദം, സത്പദം, ഓം പദം. ഒരാൾക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ വ്യക്തിക്കല്ല കൊടുക്കുന്നത്. നിങ്ങൾ ദാനം കൊടുക്കുന്നത് വ്യക്തിക്കാണ്. അതുകൊണ്ട് പിന്നീട് അവൻ ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും. മനസ്സിലായില്ല? ആലോചിച്ച് നോക്കുക, ശരിയാണോ? നിങ്ങളൊരു ചോറൊരാൾക്ക് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ എപ്പോഴെങ്കിലും നിങ്ങളെ രണ്ട് ചീത്ത വിളിച്ചാൽ നിങ്ങൾക്ക് സഹിക്കില്ല. മാത്രമല്ല, നിങ്ങൾക്ക് സഹിക്കാതിരിക്കുന്നതൊന്ന്, അവൻ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളെയല്ല വിളിക്കുന്നത്, അവനെ വിളിക്കുന്നു. രണ്ട്, അവനും ദോഷം. പിടികിട്ടിയില്ല? ഭീഷ്മാദികളൊക്കെ കാണിച്ചതാണ്. ദുര്യോധനൻ്റെ ഉരുള കിടക്കുന്നു. ആ ഉരുള കിടക്കുമ്പോൾ ദുര്യോധനെ ചീത്ത വിളിച്ചാൽ തന്നെ വിളിക്കുന്നതിന് തുല്യമായി. കാരണം കഴിച്ച ആഹാരം ദഹിച്ച് കോശമായി പരിണമിച്ച് തൻ്റെ കോശമായി വളർന്നു നിൽക്കുമ്പോൾ കൃതജ്ഞത എന്നൊന്നില്ലെങ്കിൽ രോഗമുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും വലിയ രസായനം കൃതജ്ഞതയാണ്. രോഗം വരാതിരിക്കണമെങ്കിൽ ആദ്യം കുട്ടികളെ കുട്ടിക്കാലത്ത് കൃതജ്ഞത പഠിപ്പിക്കണം. എപ്പോഴെങ്കിലും കൃതജ്ഞത മറന്നുപോയാൽ രോഗിയാകാനുള്ള സമ്മതപത്രം വാങ്ങിയെന്ന് കണക്കാക്കിക്കോണം. ഏറ്റവും ആദ്യത്തെ കൃതജ്ഞത അച്ഛനമ്മമാരോടാണ്. അവർ കാരണമായി പ്രപഞ്ചം കാണുന്നത്, അവർ കാരണമായി ഇതെല്ലാം ആസ്വദിക്കുന്നത്. അവർ തന്ന ബീജവും അണ്ടവും ബീജഭാഗവും ബീജഭാഗ അവയവവും. സുശ്രുതൻ ഇങ്ങനെയാണ് പറയുക: ബീജം, സ്പേം, ഓവം, ബീജഭാഗം ക്രോമസോം, ബീജഭാഗ അവയവം ജീൻ. ഇതവർ തരുമ്പോൾ സംയോജിച്ചായിരിക്കുന്നത്. അനേക ജന്മസിദ്ധമായിരിക്കുന്ന അറിവുകൾ മുഴുവൻ അപ്പനപ്പൂപ്പന്മാരനുഭവിച്ചത് മുഴുവൻ ഭാഷയും വ്യാകരണവും സഹിതം മസ്തിഷ്കത്തിൽ ചേർത്ത് വെച്ചാണ് ജനിക്കുന്നത്. കൃതജ്ഞതയുള്ളവൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാഷയിലെ ആദ്യം കാര്യം പഠിക്കാവൂ, പിന്നെയേ മൊഴിമാറ്റം ചെയ്ത് പഠിക്കാവൂ. ഇല്ലെങ്കിൽ ജനിതക വികൃതികളുണ്ടാവും. ഇതറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഭരണാധികാരികളും നിങ്ങളുടെ ബുദ്ധിജീവികളും ഒക്കെ അനുകരണത്തിന് പോയി ഈ നാട്ടിലെ പിള്ളേരെ മുഴുവൻ രോഗികളാക്കുന്നത്. കാക്ക പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ കൂട്ടിനകത്തിരിക്കുന്ന കുഞ്ഞു കാക്ക വായ പൊളിക്കും. കണ്ടിട്ടില്ല? അപ്പോൾ കാക്ക അതിൻ്റെ വായിലേക്ക് തൻ്റെ കൊക്കിറക്കി കവിളിലിരിക്കുന്ന ഭക്ഷണം, തൻ്റെ കവിളിൽ കിടന്ന് ഉമിനീരുമായി ചേർന്ന് ദഹിച്ച ഭക്ഷണം അതിന് കൊടുക്കും. ഭക്ഷണം കിട്ടാനോ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാനോ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളിൽ എന്തിനെങ്കിലും വേണ്ടി ഒരന്യജീവിയുടെ ഭാഷ കാക്ക പഠിക്കുന്നില്ല. മനസ്സിലായില്ല?
പഠിച്ചാൽ അതിന് ഭക്ഷണം കിട്ടില്ല. കാരണം അതിൻ്റെ ജനിതകത്തിൻ്റെ ചേർച്ചയിലാണ് ആ അറിവ്. അതുപോലെ അച്ഛൻ വെള്ളമെന്ന് പറഞ്ഞു, അച്ഛൻ കപ്പയെന്ന് പറഞ്ഞു, അച്ഛൻ വീടെന്ന് പറഞ്ഞു, അപ്പൂപ്പനും വീടെന്നും കപ്പയെന്നും വെള്ളമെന്നും പറഞ്ഞു. അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും പറഞ്ഞ് പാരമ്പര്യത്തിലൂടെ കൈമാറി വന്ന ശബ്ദങ്ങൾ ബീജത്തിലും അണ്ടത്തിലുമിരുന്ന് അവ യോജിച്ച് അങ്കുരിച്ചു വന്ന ഒരു ജീവനിൽ വെള്ളമെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ജനിതകത്തിൽ നിന്ന് അതിന് സമാനമായൊരു വസ്തുവിൻ്റെ പ്രതീത്യജ്ഞാനമുണ്ടാവും. പിടികിട്ടിയില്ല. ഈ പ്രതീത്യജ്ഞാനം കിട്ടാത്ത ഒരന്യഭാഷാപദം കുട്ടിക്കാലത്ത് പഠിപ്പിക്കുമ്പോൾ ജനിതക സംഭ്രമങ്ങളുണ്ടാവും. മസ്തിഷ്കം തപിക്കും, സത്യം മറയും, ജീവിതം ഫോർമാലിറ്റികളായി മാറും. ബോധ്യപ്പെടുന്നതിനേക്കാളേറെ ബോധ്യപ്പെടുത്താനുള്ള യുക്തിയും ശ്രമവും ഉണ്ടാവും. ദുസ്സഹമായിത്തീരും ജീവിതം. പണ്ഡിതന്മാരായവർ ഇടയിൽ ഇരിപ്പുണ്ടെങ്കിൽ പ്രതികരിക്കാം. പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ പറയാം. ഒന്നിച്ചെങ്ങനെ പഠിക്കും? വാട്ടർ എന്ന് പറയുമ്പോൾ ശബ്ദം വേറെയാ. വാട്ടർ എന്ന് പറയുമ്പോൾ ശബ്ദം വേറെയാ. ശബ്ദവും രൂപവും തമ്മിലുള്ള താതാത്മ്യത്തിൽ ജനിതകത്തിൽ കോറിയിട്ടിരിക്കുന്നതിലേക്ക് ഇനി വാട്ടർ വെള്ളമെന്ന് കാണാ പഠിക്കണം. മനസ്സിലായില്ല? വേണ്ട സമയത്ത് ഉപയോഗിക്കുമ്പോൾ ജനിതകത്തിനകത്ത് വെള്ളമെന്ന് കിടക്കുന്നത് വാട്ടറാണെന്ന് ജനിതകത്തിൽ ആ സ്പീഡിൽ തർജ്ജമ ചെയ്തു വരണം. പിടികിട്ടിയില്ല? അത് പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പം. അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം നിറച്ചിട്ട് പിന്നീട് പഠിക്കണം. ഒരു പ്രായമെത്തി തിരിച്ചറിവ് വന്നു കഴിഞ്ഞ് ജനിതക സ്മൃതികളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ് ജീവിതം കാലയിൽ നിർത്തിക്കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഷ നമുക്ക് ആവശ്യമായതുകൊണ്ട് പഠിക്കണം. ഉദാഹരണവും വേണമെങ്കിൽ തരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് 10ാം ക്ലാസ്സുകാരാണ്. അവരിൽ നല്ലൊരു ശതമാനവും മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നവരാണ്. വെറും 10ാം ക്ലാസ്സുകാരാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ. കാരണം അവർക്കാണ് ഏറ്റവും കുറച്ച് ശമ്പളം കൊടുത്താൽ മതിയാകുന്നത്. ഒരു വാക്കിന് 17 പൈസ. ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് ഒരു വാക്കിന് 35 പൈസ കൊടുക്കണം. IT എഞ്ചിനീയർമാരോ മറ്റുള്ളവരോ ഒക്കെ ഈ രംഗത്ത് എങ്ങാനും പണിക്ക് പോയാൽ ലക്ഷങ്ങൾ കൊടുക്കണം. മനസ്സിലായില്ല? ഡിഗ്രിയുള്ള ആളുകൾ ഒരു ദിവസം പണിയെടുത്താൽ 35 പൈസ പ്രകാരം ഒരു മാസം 15,000 20,000 രൂപ ഉണ്ടാക്കുമെങ്കിൽ 10ാം ക്ലാസ്സുകാരൻ 17 പൈസ പ്രകാരം ഒരു 40,000 50,000 രൂപയുണ്ടാക്കും. താരതമ്യം ചെയ്തിട്ട് വന്ന് പറയാം, വിരോധമില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിക്കാം. ഈ രംഗം പുസ്തകങ്ങളൊക്കെ ബുക്കാക്കുന്നതിന് വേണ്ടി
കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ചാർജ് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലയിടത്തും അതുകൊണ്ട് 10ാം ക്ലാസ്സുകാരെയാണ് വിളിച്ചു വെക്കുന്നത്. ഒരു കുറച്ച് ദിവസത്തെ പരിശീലനം കഴിഞ്ഞ് അവൻ തുടങ്ങും. അമേരിക്കൻ ഇംഗ്ലീഷിൽ, ബ്രിട്ടീഷ് ഇംഗ്ലീഷല്ല, ഇന്ത്യൻ ഇംഗ്ലീഷല്ല, അമേരിക്കൻ ഇംഗ്ലീഷിൽ ചെവിയിൽ വെച്ച് കേൾക്കുന്ന ഇയർഫോണിലേക്ക് വരുന്ന ശബ്ദത്തെ കേട്ട് വേണം ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ. ശരിയാണ്, ശരിയാണ്. അമേരിക്കൻ ഇംഗ്ലീഷ് നിങ്ങളുടെ കുട്ടികൾ പഠിച്ചതല്ല. ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇംഗ്ലീഷ് പഠിച്ചാലും മലയാളം പഠിച്ചാലും ഹിന്ദി പഠിച്ചാലും ഈ ഭാഷ ഒരു അന്യഭാഷയാണ്. ശരിയാണ്, ശരിയാണ്. ഇത് വളരെ വേഗത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് ആവശ്യമാണ് അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനുള്ള കാരണം. ആവശ്യം വരുമ്പോൾ പഠിക്കാൻ പറ്റുന്നതും അതിൻ്റെ ആവശ്യമില്ലാത്ത വേളയിൽ ആവശ്യം എന്നല്ല അത്യന്താപേക്ഷിതമായ മാതൃഭാഷയെ ഇല്ലാതാക്കുകയും ആവശ്യമില്ലാത്ത ഒരു ഭാഷയെ പഠിപ്പിക്കുവാൻ ഒരുവൻ്റെ ജീവിതകാലം വിനിയോഗിക്കുകയും ചെയ്ത് നശിപ്പിച്ചെടുക്കാനുള്ള ആസൂത്രിത നയമാണ് തന്തയും തള്ളയും ഭരണാധികാരികളും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഉണ്ടാക്കുന്ന ഈ കൂട്ടുകെട്ടിൽ സംഭവിക്കുന്നത്. ഇതൊരു ജനതയുടെ ജനിതകപരമായ അടിസ്ഥാനത്തിൽ വൈകല്യവും അവൻ്റെ കൈവല്യത്തിലേക്കുള്ള വഴിയിൽ വിലങ്ങുതടിയുമാണ്. കാരണം എപ്പോഴെങ്കിലും അവൻ ശുദ്ധഹൃദയനായാലേ കൈവല്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും ശുദ്ധഹൃദയനാകാത്ത കള്ളത്തരങ്ങളാണ് ഈ ഭാഷ കൊണ്ട് അവൻ പഠിച്ചു വെക്കുന്നത്. അവൻ്റെ ജനിതകത്തിൽ വരെ മാറ്റം ഉണ്ടാക്കാനും കള്ളനാക്കാനും ഭാഷാപരമായി ആദ്യം അവന് ഇടം നൽകുന്നു. അവൻ്റെ ജനിതകത്തിൽ കോറിയിട്ട ഭാഷ വിലക്ഷണമാണെന്നും വിലയില്ലാത്തതാണെന്നും ഇത് വിലയുള്ളതാണെന്നും വരുമ്പോൾ പാരമ്പര്യ സംവേദനങ്ങളോട് അവൻ എതിർപ്പുള്ളവനായിത്തീരുന്നു. ജീവിതം ദുസ്സഹവുമാകുന്നു. അതവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വൈകല്യങ്ങൾ കടം നൽകുന്നു. അതുകൊണ്ട് ആലോചിച്ച് നോക്കിക്കൊള്ളുക, ശരിയാണോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പണ്ഡിതന്മാർക്ക് പ്രതികരിക്കാം. ഞാൻ രണ്ടാമത് പറഞ്ഞ കൂട്ടർ അതൊരു ജോലിയായിട്ട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ തരത്തിൽ കുട്ടിക്കാലത്ത് തന്നെ അങ്ങനൊരു ഭാഷ പഠിപ്പിക്കുന്നവർ ജീവിതമായിട്ടാണ് പോകുന്നത്. മാത്രമല്ല ജനിതക ഭാഷ അവർക്ക് വിസ്മൃതമാവുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഒരച്ഛൻ മകനോട് സംസാരിച്ചാൽ മനസ്സിലാകാതെ വരുന്നു. അമ്മ പറഞ്ഞാൽ അവന് മനസ്സിലാകാതെ വരുന്നു. അതിനെ നിങ്ങൾ മനോഹരമായൊരു വാക്കുകൊണ്ട് മൂടുപടം അണിയിക്കുന്നു: തലമുറകളുടെ അന്തരം. അത് നിങ്ങളുടെയും അവരുടെയും ജീവിതത്തെ ദുസ്സഹമാക്കുന്നു. തലമുറകളുടെ അന്തരമല്ല, ജനിതക വിസ്മൃതി എന്നാണ് അതിൻ്റെ പേര്. വിയോജിപ്പുകൾ, അന്തക്ഷോഭങ്ങൾ, അഹങ്കാര സമ്മിശ്രമായ കർമ്മകലാപങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ കുടുംബത്തെ അസ്ഥിരമാക്കുന്നു. തിരിച്ചുപോക്കാകാത്ത വിധം നിങ്ങൾ വൈകല്യങ്ങളിൽപ്പെടുന്നു.
ഇതൊന്നും ജനിതകത്തെ വെച്ചുകൊണ്ടോ കോശ ഭാവങ്ങളെ വെച്ചുകൊണ്ടോ ഒന്നും പഠിച്ചിട്ടല്ല നിങ്ങളുടെ ബുദ്ധിജീവികൾ അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം രാവിലെ ഭാര്യയും കൂട്ടി വിദേശത്ത് യാത്രയും കഴിഞ്ഞ് വരുന്ന മന്ത്രി അവിടെ കാണുന്നതൊക്കെ ഇവിടെ ചിലവാക്കണമെന്ന് വിചാരിച്ച് അതിന് കമ്മീഷൻ മേടിക്കുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോൾ അതെല്ലാം തിന്നാനും കുടിക്കാനും തയ്യാറാകുന്ന ഒരു ജനതയുടെ ദുസ്ഥിതിയാണിത്. അതിന് തോറ്റം പാട്ടെഴുതുന്ന കുറേ ബുദ്ധിജീവികൾ ഉദ്യോഗസ്ഥന്മാരും. മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സമയമെടുത്തേക്ക് മനസ്സിലാകാൻ. എങ്കിലും ഇങ്ങനെ ഒരു ആശയമുണ്ടെന്നെങ്കിലും ഇപ്പം മനസ്സിലാവും. അത്രയും മതി. ഇതിനോട് വിയോജനക്കുറിപ്പുള്ള ആളുകളെങ്കിലും ഭൂമിയിൽ ഉണ്ട്. നിങ്ങളൊക്കെ യോജിച്ചങ്ങ് ഓടുമ്പോഴും ഈ ഓട്ടത്തിൽ കൂടെ ഓടാത്തവരുണ്ടെന്നെങ്കിലും തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. മറ്റത് വേണ്ട. മറ്റതൊക്കെ പതുക്കെ മനസ്സിലാക്കിയാൽ മതി. അത് കുറേ കൂടിയൊക്കെ ദഹിച്ചിട്ട് പതുക്കെ നേരെയാക്കിയാൽ മതി. പക്ഷെ സാധ്യത ഇല്ല എന്ന് പറയാനൊരു വിഷമം അല്ലേ? ഈ പറഞ്ഞൊരു സാധ്യത ഇല്ല എന്നങ്ങോട്ട് പറയാൻ ഒരു വിഷമം അത്രയായാലായി. ഇപ്പോൾ തത്പദം, അതുകൊണ്ട് അന്നത്തെ കാലത്ത് കൊടുക്കുമ്പോൾ ദാനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവന് കൃതജ്ഞതയുണ്ടാവണം, ഇല്ലെങ്കിൽ അപകടമാണ്. അവന് കൃതജ്ഞത ഇല്ല എങ്കിലും അപകടം വരരുത്. അതുകൊണ്ട് അവന് ദാനം ചെയ്യുന്നില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് നിങ്ങൾ മറന്നു. ഞാൻ പറയുന്നത് എവിടെ നിന്നാണോ ഇങ്ങോട്ട് വന്നത് അത് നിങ്ങൾ മറന്നു. നിങ്ങളൊരു ദാനം കൊടുക്കുമ്പോൾ ഒന്ന്, അവൻ നന്ദി കാണിച്ചില്ലേ നിങ്ങൾക്ക് ദുഃഖം വരാതിരിക്കണേ അവന് കൊടുക്കരുത്. അവൻ തന്നെക്കാൾ താഴെയായതുകൊണ്ടാണ് വന്ന് കൈനീട്ടുന്നത്. താഴെയുള്ളവന് കൊടുത്താൽ പ്രത്യുപകാരം പ്രതീക്ഷിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് ഭാവനയിൽ അവന് കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ കൃതജ്ഞത കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിനക്കൊന്നും തന്നില്ലല്ലോ, തന്നാലല്ലേ നീ കൃതജ്ഞത കാണിക്കേണ്ടതുള്ളൂ. അവൻ കൃതജ്ഞത കാണിച്ചില്ലെങ്കിലും അവന് ദോഷം വരണ്ട, കാരണം അവന് ഞാൻ കൊടുത്തിട്ടില്ല. അതിനാണ് ഓം തത് സത് ഇതി നിർദ്ദിഷ്ട. ഓം തത് സത് എന്ന് ഉച്ചരിച്ച് ആ ബ്രഹ്മത്തിനായാണ് അർപ്പിച്ചത്. ഇതാണ് അതിൻ്റെ വഴി. എല്ലാ ദാനങ്ങളും എല്ലാ യജ്ഞങ്ങളും എല്ലാ കർമ്മങ്ങളും ഓം തത് സത് ഇതി നിർദ്ദിഷ്ട. അങ്ങനെയുള്ളവന് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം വരില്ല. ഉച്ചാരണം കൊണ്ട് തന്നെ ആകാശം പവിത്രമാവും. ആകാശം പവിത്രമായാൽ ആകാശത്തിൽ നിന്നാണ് എല്ലാ ദ്രവ്യസഞ്ചയവും എന്നതുകൊണ്ട് എല്ലാം പവിത്രമാവും. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപ, ആപയോ പൃഥ്വി. അതുകൊണ്ട് അന്നം വിളമ്പിക്കൊടുക്കുമ്പോഴും ഓം തത് സത്. ഞാൻ കൊടുക്കുന്നു എന്ന് വിചാരിച്ച് കൊടുക്കുന്നവൻ ദുഃഖിക്കും. ഞാൻ അയാളോട് വാങ്ങിയെന്ന് വിചാരിച്ച് കഴിച്ചവനും ദുഃഖിക്കും. പവിത്രമായൊരു യജ്ഞസങ്കല്പം ഇതാണ്. കൊടുത്തതൊക്കെ കിട്ടണം. വേണ്ടേ? 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 വാങ്ങിയതൊക്കെ കൊടുക്കുകയും വേണം. വാങ്ങിയിട്ടില്ലെങ്കിൽ, കൊടുത്തിട്ടില്ലെങ്കിൽ രണ്ടും വേണ്ട. അതുകൊണ്ട് കൊടുക്കുമ്പോൾ ഈ നിയമം വേണം. അതുകൊണ്ട് തത്പദം ബ്രഹ്മവാചിയാണ്. തത്പദം ബുദ്ധിസ്ഥ ബ്രഹ്മം എന്നർത്ഥം. ബുദ്ധിയിലിരിക്കുന്ന ബ്രഹ്മം. അതത് എന്നാൽ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ ജഡം മുഴുവൻ. അതിനെ മുഴുവൻ വ്യാവർത്തിച്ച് എന്ന് പറഞ്ഞാൽ ജഡത്തെ മുഴുവൻ മാറ്റി. ചിത് ചിന്തനം
ചിത് പ്രകാശത്തെ മാത്രം ചിന്തിച്ച്, അത് തന്നെ പരമേശ്വരൻ. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, അസ്ഥൂലം, അനണ്വം, അഹ്രസ്വം, അദീർഘം, ഇങ്ങനെ അക്ഷരത്തെ ശ്രുതി പ്രതിപാദിക്കുന്നു. അതാണ് അക്ഷരം, ബ്രഹ്മപരമം. അതാണ് ഓം തത്സത്. ആ ബ്രഹ്മപരമമായതിനെ ശ്രുതി പ്രതിപാദിച്ച അതിനെ മാത്രം ചിന്തിച്ച് മൂർത്താമൂർത്താത്മകം നേതി നേതി എന്ന ആദേശത്തിൽ മനസ്സിലാക്കുന്നു. തത്വമസി, അതും തത്പദമാണ്. തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളും കൂടി അതദ്വ്യാവൃത്തിയിൽ ബോധമുളവാക്കുന്നു. അങ്ങനെയാണ് തത്വമസിയും പഠിപ്പിക്കുന്നത്. വാച്യാർത്ഥത്തിൻ്റെ പരസ്പര വിരോധം ഉള്ളതിനാൽ ചൈതന്യഭിന്നമായ അതത് സർവജ്ഞത്വവും അല്പജ്ഞത്വവുമായ ഭാഗങ്ങളുടെ വ്യാവൃത്തിയെ ചെയ്ത് ശ്രുതി അഖണ്ഡബോധത്തെ ഉളവാക്കുന്നു. തത്പദ ലക്ഷ്യാർത്ഥം, ത്വംപദ ലക്ഷ്യാർത്ഥം, അസിപ്പദ ലക്ഷ്യാർത്ഥം. അത് നീയാണ് എന്ന് ഗുരു പറഞ്ഞാൽ അതേതാണ്? ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല. അങ്ങനെ അവയെല്ലാം വ്യാവർത്തിച്ച് ഏകവും അദ്വയവുമായ ബോധം തന്നെ അത് എന്നുറയ്ക്കും. അപ്പോൾ സർവജ്ഞത്വമുള്ള ബോധം, അല്പജ്ഞത്വം നിറഞ്ഞ ഞാനെന്ന അഹന്ത, ഇത് തമ്മിലുള്ള ഭേദം തിരിച്ചറിഞ്ഞ് അവയെ വ്യവച്ഛേദിച്ച് പഠിക്കുന്നു. അങ്ങനെയുള്ള അതദ്വ്യാവൃത്തി, അതീത പന്ഥാനം. ലോകത്തിൽ ശബ്ദം, സംബന്ധം, ഗുണം, ജാതി, ക്രിയ ഇവയെ അപേക്ഷിച്ചാണ് പ്രവൃത്തി. എല്ലാ പ്രവൃത്തിയും ശബ്ദത്തെ ആസ്പദമാക്കി, സംബന്ധത്തെ ആസ്പദമാക്കി, ഗുണത്തെ ആസ്പദമാക്കി, ജാതിയെ ആസ്പദമാക്കി, ക്രിയയെ ആസ്പദമാക്കിയാണ്. ധനവാൻ, വെളുത്തത്, പശു, പാചകം എന്നിങ്ങനെ ഉദാഹരണം. ശബ്ദം, സംബന്ധം, ഗുണം, ജാതി, ക്രിയ. ക്രിയ പാചകം. മനസ്സിലായി? ഉദാഹരണമായി നിങ്ങൾക്ക് പഠിക്കാവുന്നത് ക്രിയയ്ക്ക് ഉദാഹരണം പാചകം. പാചകമെന്ന പ്രവൃത്തി ക്രിയയോട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായി? ആ പ്രവൃത്തിയിൽ ക്രിയാബന്ധമാണുള്ളത്. തന്നെ പശു, അതിൽ ജാതി ബന്ധമാണുള്ളത്. പിടിയിട്ടില്ല. അത് പശു, ഇത് കുതിര, അത് ആന. അവിടെ വരുന്ന പ്രവൃത്തിയിൽ, അതിനെ ഉപയോഗിച്ചുള്ള പ്രവൃത്തിക്ക് ജാതീയ പ്രവൃത്തിയാണുള്ളത്. അപ്പൊ ജാതി. ഗുണം, വെളുത്തത്, കറുത്തത്, അത് ഗുണപ്രവൃത്തി സംബന്ധമാണ്. ധനവാൻ സംബന്ധ പ്രവൃത്തിയാണ്. ധനം ഉള്ളവൻ ധനവാൻ, ധനത്തോട് സംബന്ധമുള്ള പ്രവൃത്തിയാണ്. മനസ്സിലായില്ല? എല്ലാ പ്രവൃത്തിയും ശാബ്ദിക തലത്തിൽ നിന്നുണ്ടാകുന്നതിനാൽ ശബ്ദവും അതിന് കാരണമാണ്. ഇപ്പം ലോകത്തിൽ എല്ലാ ശബ്ദവും സംബന്ധം, ഗുണം, ജാതി, ക്രിയ എന്നിവയെ അപേക്ഷിച്ചാണ് എല്ലാ ശബ്ദപ്രവൃത്തിയും. പിടിയിട്ടില്ല. ഏതൊരു ശബ്ദം എടുത്താലും അതിൽ ശബ്ദത്തെ അപേക്ഷിച്ചാൽ സംബന്ധമുണ്ടാകും ചിലതിൽ.
ചിലതിൽ ഗുണം കാണും, ചിലതിൽ ജാതി കാണും, ചിലതിൽ ക്രിയ കാണും. ഇത്രയുമേ ശബ്ദമുള്ളൂ, അല്ലാതെ ഉണ്ടോയെന്ന് നോക്കിയുള്ളൂ. ഇങ്ങനെയാണ് പ്രാചീനർ പഠിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം കേൾക്കുമ്പോൾ ആലോചിക്കണം, സംബന്ധ ശബ്ദമാണോ, അതിനോട് എങ്ങനെ പ്രതികരിക്കണം. ഇതൊന്നും അറിയാതെ ജീവിച്ചാൽ ജീവിതമാവില്ല. വരുന്നയാൾ ധനവാനാണ്. അപ്പം ധനവാൻ എന്നത് ധനത്തോട് സംബന്ധമുള്ള ശബ്ദമാണ്. ഇരിക്കുന്നയാൾ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ ബഹുമാനിക്കണം. പിടിയിട്ടില്ല. ജീവിതത്തിൽ ധനം ആഗ്രഹമില്ലാത്തവനില്ല. ശരിയാണോ? സംബന്ധിക്കാൻ ആഗ്രഹിക്കും, ധനവാനെ നിഷേധിക്കും. ഒരിക്കലും ധനം ഉണ്ടാവില്ല. സംബന്ധ സയുക്തി നിഷേധിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. കാരണം എനിക്ക് ധനം വേണം, എല്ലാത്തിനും വേണം. ധനത്തോട് സംബന്ധിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ധനത്തെയാണ് ബഹുമാനിക്കുന്നത്. അയാളുടെ ധനം പോയി കഴിഞ്ഞാൽ ഈ ബഹുമാനമില്ല. മനസ്സിലായില്ല? സഹസംബന്ധ പ്രയുക്തത. ധനം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറുതോ വലുതോ ആകട്ടെ, ധനം മണി ഓർ കൈൻഡ്, കൈകൊണ്ട് തൊടുന്നുണ്ടെങ്കിൽ, മണി ഓർ കൈൻഡ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സഹസംബന്ധ പ്രയുക്തതയിൽ ബഹുമാനിക്കണം. അപ്പം ശബ്ദം അതിനനുഗുണമായിരിക്കണം. ശബ്ദപ്രവൃത്തി, സംബന്ധം, ഗുണം, ഏത് ശബ്ദമെടുത്താലും ഗുണാസ്പദങ്ങളായ ശബ്ദങ്ങളുണ്ട്. ശരിയല്ല? പലതരം ഗുണമുണ്ട്. തടിച്ചവൻ, ശോഷിച്ചവൻ, വെളുത്തവൻ, കറുത്തവൻ, അതൊക്കെ ഗുണങ്ങളാണ്. വിഭിന്ന ജാതികളോട് ബന്ധപ്പെട്ട ശബ്ദങ്ങളുണ്ട്. ശബ്ദം എടുക്കുമ്പോൾ ജാതി ശബ്ദങ്ങളുണ്ട്, ക്രിയാശബ്ദങ്ങളുണ്ട്. പാചകം, ഓട്ടം, ചാട്ടം. ഇപ്പൊ പരമേശ്വരനിൽ സംബന്ധാദികളില്ല. അതുകൊണ്ട് പരമേശ്വരനെ വിശേഷിപ്പിക്കാൻ സംബന്ധ ശബ്ദങ്ങളില്ല. പരമേശ്വരനിൽ ഗുണാദികളില്ല. പരമേശ്വരനിൽ ജാതിയില്ല. പരമേശ്വരനിൽ ക്രിയയില്ല, സക്രിയതയില്ല. അതുകൊണ്ട് പരമേശ്വരനെ ശബ്ദം കൊണ്ട് വിശേഷിപ്പിക്കാനാവില്ല. മനസ്സിലാവുമോ? ശബ്ദം കൊണ്ട് വിശേഷിപ്പിക്കാവുന്നത് ഇതെല്ലാമാണ്. അപ്പോൾ വാച്യാർത്ഥ രൂപത്തിൽ ഈശ്വരനെ പറയുക അശക്യമാണ്. അതായത് സംബന്ധാദി ഭാഗങ്ങൾ പരിത്യജിച്ചുകൊണ്ട് ലക്ഷണയാ ശ്രുതി പരമേശ്വരനെ ബോധിപ്പിക്കുന്നു. ലക്ഷണ കൊണ്ടല്ലാതെ ഒരു ശബ്ദം കൊണ്ടും പരമേശ്വരനെ ബോധിപ്പിക്കാൻ പറ്റില്ല. സംബന്ധാദികളുടെ പരിത്യാഗമുണ്ടായാൽ ശബ്ദം നിലയ്ക്കുന്നു. സ്വയം പ്രകാശമായ ബ്രഹ്മം തന്നെ അവശേഷിക്കുന്നു. അശേഷശേഷോ ജഗദാദിശേഷ എന്ന് ഭാഗവതം. അതുപോലും ശ്രുതി കൊണ്ട് പ്രകാശ്യമല്ല. കാരണം പ്രകാശ്യമാവുന്നത് ജഡമാണ്. ജഡമാണ്
പ്രകാശ്യമാവുന്നത്. ലക്ഷ്യമാണ് ബ്രഹ്മം, ഒരിക്കലും ജഡമല്ല. ഉൽപ്പന്നമാക്കി, അതുകൊണ്ട് ചകിതമായ ശ്രുതി. ബ്രഹ്മം പ്രകാശ്യം അല്ല, സ്വയം പ്രകാശമാണ്. അത് ജഡമല്ല, അതിനെ വേറൊന്നുകൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റില്ല. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാതി കുതോയമഗ്നി തമേവ ബന്ധമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. എന്നാ പറയാ. ന തദ്ഭാസയതേ സൂര്യഃ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ എന്ന് ഗീത. അതുകൊണ്ട് അത് പ്രകാശ്യമല്ല. പ്രസ്തുത, അതുകൊണ്ട് ജഡമല്ല. അതുകൊണ്ട് ചകിതമായ ശ്രുതി. പ്രകാശ്യമല്ലാത്തതുകൊണ്ട് ചകിതമായ ശ്രുതി അഖണ്ഡാകാര വൃത്തി ഉൽപ്പന്നമാക്കി നിവൃത്തമാവുന്നു. ഒരഖണ്ഡാകാര വൃത്തി മാത്രം ജനിപ്പിച്ച് പിൻവാങ്ങുന്നു. പ്രസ്തുത വൃത്തിയും അവിദ്യയെ നഷ്ടമാക്കി അവിദ്യാകാര്യം സ്വയം തന്നെ നഷ്ടമാക്കുന്നു. അതും ബ്രഹ്മത്തെ പ്രകാശിതമാക്കുന്നില്ല. അവിദ്യയുടെ നാശത്തോടെ പരമേശ്വരൻ സ്വയമേവ സ്ഫുരിതമാവുകയാണ്, അല്ലാതെ ഉണ്ടാക്കുകയല്ല. അവിദ്യ പോയാൽ പരമേശ്വരൻ സ്വയമേവ സ്ഫുരണം ചെയ്തു വരുന്നു. അവിദ്യ പോയാൽ പരമേശ്വരനേ ഉള്ളൂ. അവിദ്യയാണ് ഈ ഗുണവും സംബന്ധവുമെല്ലാം. അപ്പോൾ പൂർവോക്ത രീതിയിൽ സത്യം, ജ്ഞാനം, തത്വമസി ഇത്യാദി വിധി രൂപമായ ശ്രുതികളിലും അതദ്വ്യാവൃത്തി തന്നെയാണുള്ളത്. അശബ്ദം, അസ്പർശം, അരൂപം ഇത്യാദി നിഷേധശ്രുതിയും ഈ ഒരർത്ഥത്തിൽ തന്നെ. ഇപ്രകാരമാണ് വിപര്യയമെങ്കിൽ ശരി. വിരുദ്ധമായാൽ തത്വപദാർത്ഥങ്ങളിൽ സർവജ്ഞത്വവും അല്പജ്ഞത്വവും രണ്ടും ഉപേക്ഷിക്കുക. ഇതാണ് വഴി. എന്നാൽ ജ്ഞത്വം എന്തിനുപേക്ഷിക്കണം? ആ ശങ്കയുടെ നിവാരണത്തിന് ന അന്തഃപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം ഇത്യാദി നിഷേധശ്രുതി തന്നെ. ഇത് അകത്തറിവല്ല, ഇത് പുറത്തറിവല്ല എന്ന് ശ്രുതി മാണ്ഡൂക്യം സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇത് അറിയാനും അനുഭവിക്കാനുമുള്ള വഴി.